കേരളം വിവാദങ്ങളുടെ ദശസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. സർവത്ര വിവാദങ്ങളാണ്. അതിൽ 90% നിഗൂഢ ലക്ഷ്യത്തോടെ മനഃപൂർവ്വം സൃഷ്ടിക്കുന്നതുമാണ്. സംസാര വിഷയം സുവർണ കേരളം ലോട്ടറിയുമായി ബന്ധപ്പെട്ട വിവാദ ചിത്രമാണ്. സോഷ്യൽ മീഡിയയാണ് ഇത് കാര്യമായിട്ട് ചർച്ച ചെയ്യുന്നത്. മെയിൻ സ്ട്രീം മീഡിയകളൊക്കെ കേരളത്തിന്റെ പുതിയ മദ്യത്തിന് പേര് കണ്ടുപിടിക്കുന്ന തിരക്കിലാണ്. കേരള ലളിതകലാ അക്കാദമിയിലെ ടോം ജോസഫിന്റെ ഒരു പെയിന്റിംഗ് ആണ് ഇത് എന്നാണ് അറിവ്. ആർത്തവരക്തം വരച്ചു വച്ചിരിക്കുന്ന ശിവലിംഗത്തിന് മേൽ ഇറ്റിറ്റ് വീഴുന്നതായിട്ടാണ് ചിത്രത്തിന്റെ രചന. ഇത്തവണത്തെ സുവർണ കേരളം ഭാഗ്യക്കരുടെ ചിത്രമായി ഇതിൽ പ്രിന്റ് ചെയ്തു വച്ചിരിക്കുന്നത് ഈ ചിത്രമാണ്. കേരളത്തിൽ വിൽക്കുന്ന 50% ലോട്ടറിയുടെയും കച്ചവടം നടക്കുന്നത് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അമ്പലപരിസരത്ത് കാണുന്ന 100 കണക്കിന് ലോട്ടറി കടകൾക്ക് പുറമെ കാൽനട, ഇരുചക്ര ലോട്ടറി വിൽപ്പനക്കാരും. അതിലേറിയ പങ്കും വാങ്ങുന്നതും ഹിന്ദുക്കൾ തന്നെയാണ് എന്നതാണ് പച്ചപ്പരമാർത്ഥം. നാളെയിലെ പ്രതീക്ഷയ്ക്കായി നമ്മൾ കേരളീയർക്ക് ഇത് മാത്രമേയുള്ളൂ. ഒരു കാരുണ്യ പ്ലസോ ധനലക്ഷ്മിയോ എടുക്കുക, കോടിപതി എന്ന സ്വപ്നം കണ്ടുറങ്ങുക. അത് നടന്നില്ലാച്ചാൽ അടുത്ത വെബ്കോ ബിവറേജിൽ കയറുക, ഒരു ജവാനെടുത്തം കീച്ചുക, വീണ്ടും ശക്തി സംഭരിച്ച് തിരികെ വന്ന് സ്ത്രീ ശക്തിയോ സമൃദ്ധിയോ എടുക്കുക. പേരെല്ലാം ബഹുവിശേഷങ്ങളാണ്. എന്നിട്ട് കമ്മ്യൂണിസ്റ്റ് ന്യൂനപക്ഷ അച്ചുതണ്ടിൻ്റെ ലീലാവിനോദങ്ങളായ ഇത്തരം ചൊറിയൽ, അപമാനിക്കൽ കണ്ടില്ലാന്ന് നടിച്ച് കാലിനിടയിൽ വാലും തിരികെ മിണ്ടാണ്ടിരിക്കുക. അടിമക്കൂട്ടങ്ങളല്ലാത്ത കുറച്ച് ഹിന്ദുമത വിശ്വാസികൾ ഈ ദുർവിധിയോർത്ത് ദുഃഖിച്ചപ്പോൾ ക്രിസ്ത്യാനികൾ സന്തോഷിക്കുകയായിരുന്നു. അവരുടെ സന്തോഷം മായാൻ അധിക സമയം വേണ്ടി വന്നില്ല. കൊച്ചിയിൽ നടന്ന ബിനാലയിൽ മൃദുവാംഗയുടെ ദുർമൃത്യു എന്ന പേരുള്ള ചിത്രാവിഷ്കാരം വന്നു. ഹിന്ദുവിന്റെ മനസ്സിന് മുറിവേൽപ്പിച്ച അതേ ആൾ തന്നെയാണ് ഈ ചിത്രവും വരച്ചിരിക്കുന്നത് എന്നതാണ് വിചിത്ര സത്യം. ഈ ചിത്രം യേശുക്രിസ്തുവിന്റെ അന്ത്യ അത്താഴ, ലാസ്റ്റ് സെപ്പർ അവഹേളിക്കുന്നതാണ് എന്ന് ഒറ്റനോട്ടത്തിൽ തന്നെ പറയാം. എന്തായാലും ലഹരി ഇങ്ങനെ തലയ്ക്ക് കയറുമ്പോൾ പൊട്ടിപ്പുറപ്പെടുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ മറ പിടിച്ച് പ്രബുദ്ധനാട്ടിൽ ചില ഗൂഢതന്ത്രങ്ങൾ മെനയുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ വിവാദങ്ങൾക്ക് പഞ്ചമില്ലാത്ത ഈ നാട്ടിൽ മറ്റൊരു വിവാദവുമായി നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. നല്ല ചിന്തകളിലൂടെ സമാധാനം പുലരട്ടെ.